2 കൂട്ടിൽ ഫാൻ ഇട്ട് കൊടുത്തപ്പോൾ സുഖമായിട്ട് 3 ആൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു കെട്ടൽ ഇവിടെ എന്തായാലും പറ്റില്ല, ഇപ്പുറത്തെ സൈഡിലേക്ക് എന്തായാലും മാറ്റി കെട്ടണം കേട്ടോ. പിന്നെ പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള മീൻ നമ്മൾ അകത്തുള്ള അക്വേറിയത്തിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എത്തിയതും ആ അക്വേറിയം അങ്ങോട്ട് കലക്കി കേട്ടോ. സാധാരണ ഇത് അത്ര വൃത്തികേടാവാറില്ല, നമ്മളെ സക്കർ നല്ല കാര്യമായിട്ട് പണിയെടുക്കലുണ്ട്. പക്ഷെ ഇന്ന് സക്കറിൽ എവിടെയും മര്യാദയ്ക്ക് നിൽക്കാത്തൊരവസ്ഥയിലായിരുന്നു, കാരണം ഇവളതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ പരിപാടി ഇവക്ക് മാത്രമായിട്ട് വേറൊരു കുഞ്ഞു കൂട് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് കേട്ടോ. അതിന് മുന്നേ നമ്മുടെ തൊട്ട അയൽപക്കത്ത് ഒരു പുതിയൊരു വീട് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു കുഞ്ഞു ഗിഫ്റ്റായിട്ട് പോകാമെന്ന് വാങ്ങിച്ചിട്ട് മുറയൂർ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് ചെറിയൊരു പാത്രവും അതിൻ്റെ കൂടെ തന്നെ ഒരു ജഗ്ഗൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അവരുടെ അടുത്തേക്ക് പോകാം കേട്ടോ. വീടെന്ന് പറയുന്നത് ഏതൊരാളുടെ ഒരു സ്വപ്നമാണല്ലോ. ആ ഒരു സ്വപ്നത്തിൻ്റെ സന്തോഷത്തിൽ കൂടി ചേരുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷം ചെറുതൊന്നും അല്ലല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലും കൂടി പാടിയതിന് ശേഷമാണ് ഞങ്ങൾ നേരെ കൊണ്ടോട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. എയർപോർട്ടിൻ്റെ അടുത്തുള്ള സഫ അക്വേറിയത്തിൽ നിന്നാണ് കേട്ടോ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ അക്വേറിയം കൂടി ഞങ്ങൾ വാങ്ങാൻ വിചാരിച്ചു. ഒരു കുഞ്ഞ് അക്വേറിയം വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി തന്നെ നമ്മൾ ആ ഒരു അക്വേറിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മളെ കുഞ്ഞൂസ് പുറത്തായിരുന്നു. അവളും എന്തപ്പോൾ ഇത് സംഭവം എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. താഴെ പോയ വെള്ളം നോക്കിയിട്ടാട്ടോ അവൾ അക്വേറിയം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ഏറെക്കുറെ സെറ്റൊക്കെ ചെയ്തു. രാവിലെ തൊട്ടപ്പുറത്തുള്ള താത്ത ചെറിയൊരു ചക്ക ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ചക്ക കഷ്ണം മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മൾ അക്വേറിയത്തിന് ചെറിയൊരു ലീക്ക് ഉണ്ടോ എന്നൊരു സംശയം കേട്ടോ. സംശയമല്ല, ചെറിയൊരു ലീക്ക് ഉണ്ട്. എന്തായാലും അതും എത്രയും പെട്ടെന്ന് ശരിയാക്കണം ഗൈസ്.